ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും ബാംഗ്ലൂരിൽ വെച്ച് കാണാതായ മലപ്പുറം താനൂർ സ്വദേശി ഇംതിയാസിനായി മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച അന്വേഷണം. ഇംതിയാസ് നാഗ്പൂരിലെത്തി സ്വിഗ്ഗി വഴി ഭക്ഷണം ഓർഡർ ചെയ്തതായി പോലീസ് കണ്ടെത്തി. ഈ മാസം 7-ാം തീയതിയാണ് ഇംതിയാസിനെ കാണാതായത്. സോണൽ കൃഷ്ണയാണ് നമുക്കൊപ്പം ചേരുന്നത്. സോണൽ ഇപ്പോൾ ബാംഗ്ലൂരിലെത്തിയതിനു ശേഷം വീട്ടിലേക്ക് വിളിച്ചിരുന്നു, പക്ഷേ കോളേജിലേക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇംതിയാസ് എത്തിയിട്ടില്ല. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നറിയാനാണ് ഇപ്പോൾ ബാംഗ്ലൂർ പോലീസും താനൂർ പോലീസും ചേർന്ന് അന്വേഷണം നടന്നു. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എങ്ങനെ ഇംതിയാസ് എത്തിപ്പെട്ടു എന്നുള്ളതാണ് പോലീസ് കരുതുന്നത്. പോലീസ് സംഘം മഹാരാഷ്ട്രയിലേക്ക് പുറപ്പെട്ടു. ഷിഹാസ്, പ്രധാനമായി ഒരുപാട് സംശയങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലെത്തി ഇംതിയാസിന്റെ കാർഡ് ഉപയോഗിച്ച് സ്വിഗ്ഗി വഴി ഭക്ഷണം ഓർഡർ ചെയ്തതായി പോലീസ് കണ്ടെത്തുന്ന സാഹചര്യമുള്ളത്. പക്ഷെ അത് ഇംതിയാസ് തന്നെയാണോ അതോ ഇംതിയാസിന്റെ ഈ കാർഡ് ഉപയോഗിച്ച് മറ്റാരെങ്കിലും ഓർഡർ ചെയ്തതാണോ എന്നുള്ള കാര്യമൊക്കെ സംശയ നിഴലിൽ ഇപ്പോഴും തുടരുകയാണ്. പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തമായ ഒരു കണ്ടെത്താൻ സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 7-ാം തീയതി രാവിലെ 8:30 കൂടിയിട്ടാണ് ഇംതിയാസ് ബംഗളൂരിൽ എത്തുന്നത്. എത്തിയ ഉടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. ഇംതിയാസ് എത്തിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മളും പുറത്തുവിട്ടതാണ്. ഇംതിയാസ് ബാംഗ്ലൂർ ബസ് സ്റ്റാൻഡിലെത്തി അവിടെ ബാത്റൂം ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് സമയം അവിടെ വിശ്രമിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് പോയതിന് ശേഷമുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് സംഘവും വ്യക്തമാക്കുന്നത്. അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കാർഡ് ഉപയോഗിച്ച് സ്വിഗ്ഗി വഴി ഭക്ഷണം ഓർഡർ ചെയ്തു എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത്. എന്തായാലും ഇംതിയാസ് എവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം ബാക്കിയായി നിൽക്കുകയാണ്. ബംഗളൂരിൽ എത്തിയതിന് ശേഷം ക്യാമ്പസിലേക്ക് ഇംതിയാസ് എത്തിയിട്ടില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് തെളിഞ്ഞതാണ്. എങ്കിൽ ഇംതിയാസ് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇംതിയാസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും അതോടൊപ്പം താനൂർ പോലീസിൽ നിന്നുള്ള സംഘവും മഹാരാഷ്ട്ര പോലീസും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇംതിയാസിനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘവും ഉള്ളത്. ശരി.